ഹായ് സ്റ്റുഡൻസ്, ഫിസിക്സിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 ഫെബ്രുവരിയിൽ നടന്ന +2 ഫിസിക്സ് മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം 5 മാർക്കിൻ്റെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. 24ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. A question with a neat diagram explain how the EMF of two cells can be compared using a potentiometer. പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് 2 സെല്ലുകളുടെ EMF കമ്പാരിസനാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ വരയ്ക്കണം, എക്സ്പ്ലനേഷൻ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉത്തരങ്ങൾ എഴുതേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് കണക്ഷൻ ഡയഗ്രാംസ് വരച്ച് പഠിക്കാം. കണക്ഷൻസ് ഇതുപോലെ ചെയ്യുക. E1 E2 എന്ന് പറഞ്ഞാൽ 2 സെല്ലുകൾ എടുത്തിട്ടുണ്ട്. ഈ 2 സെല്ലുകളിലെ EMF തമ്മിൽ കമ്പയർ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എഴുതാം. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ E is proportional to L. EMF is proportional to balancing length. പ്രൈമറി സർക്യൂട്ട് ആദ്യം സെറ്റ് ചെയ്ത ശേഷം ഒന്നാമത്തെ സെല്ലായ EMF E1 ആയ സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ കറസ്പോണ്ടിങ് ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കണു. L1 ആണ് ആ ബാലൻസിങ് ലെങ്ത് എങ്കിൽ E1 പ്രൊപ്പോർഷണൽ ടു L1. അടുത്തതായി E1നെ മാറ്റി E2 എന്ന് പറഞ്ഞ രണ്ടാമത്തെ സെല്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ബാലൻസ് ലെങ്ത് ആണ് L2. ദെൻ E2 പ്രൊപ്പോർഷണൽ ടു L2. രണ്ട് ഇക്വേഷൻ്റെയും റേഷ്യോ ആയിട്ട് എഴുതണു. E1/E2 ഈക്വൽ ടു L1/L2. കമ്പാരിസൺ ഓഫ് EMFന് ഇത്രയും വരെ എഴുതേണ്ടതാണ്. ഇനി ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഫിഗർ ഷോസ് എ പൊട്ടൻഷ്യോമീറ്റർ യൂസ്ഡ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫ് എ 1.5 വോൾട്ട് സെൽ. The balance point of the cell in open circuit is 76.3 cm. When a resistor of 9.5 ohm is used in the external circuit of the cell, the balance point shifts to 64.8 cm length of the potentiometer wire. Determine the internal resistance of the cell. ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫിഗറാണ്. 1.5 വോൾട്ട് സെല്ലാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു ആദ്യം 76.3 സെൻറ്റിമീറ്റർ ആയിരുന്നു അതിൻ്റെ ബാലൻസിങ് ലെങ്ത്ത്. പിന്നെ റെസിസ്റ്റൻസ് 9.5 ഉപയോഗിക്കുമ്പോൾ അത് 64.8 സെൻറ്റിമീറ്ററിലേക്ക് മാറുകയാണ്. അങ്ങനെയാണെങ്കിൽ സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം നമുക്ക് എഴുതി വയ്ക്കാം. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് സ്മോൾ r is equal to capital R into L1 minus L2 all divided by L2. ഇതിൽ സ്മോൾ r എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ്. L1 എന്ന് പറയുന്നത് ആദ്യത്തെ ബാലൻസിങ് ലെങ്ത് ആണ്. L2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ബാലൻസിങ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് എന്ന് നോക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ആദ്യം നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R നോക്കാം. 9.5 ഓം ആണ് തന്നിരിക്കുന്നത്. ആദ്യത്തെ ബാലൻസിങ് ലെങ്ത് തന്നിട്ടുണ്ട് L1 76.3 സെൻറ്റിമീറ്റർ ആണ്. L2 തന്നിട്ടുണ്ട് 64.8 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഇതെല്ലാം നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കിട്ടുക? 9.5 ഇൻറ്റു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 76.3 മൈനസ് 64.8 ഓൾ ഡിവൈഡഡ് ബൈ 64.8 കാൽക്കുലേറ്റ് ചെയ്യുക. ഏകദേശം 1.6 എന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. 5 മാർക്കിൻ്റെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 25ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 110 വോൾട്ട് വാരിയബിൾ ഫ്രീക്വൻസി AC source is applied to a circuit as shown in figure. The circuit is in resonance. സർക്യൂട്ട് ഡയഗ്രാം ശ്രദ്ധിക്കുക. അതിൽ ഇൻഡക്റ്റൻസ് L തന്നിട്ടുണ്ട്, കപ്പാസിറ്റർ C തന്നിട്ടുണ്ട്, റെസിസ്റ്റർ R തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു LCR സർക്യൂട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. LCR സർക്യൂട്ട് റെസണൻസിലുള്ള കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. റൈറ്റ് എ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് ദ സർക്യൂട്ട് ഷോൺ. LCR സർക്യൂട്ടിൽ റെസണൻസിലുള്ള ആപ്ലിക്കേഷൻ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ട്യൂണിങ് ഓഫ് റേഡിയോ ഓർ ടെലിവിഷൻ എന്നാണ്. റെസൊണൻസിലുള്ള LCR സർക്യൂട്ട് ഉപയോഗിക്കുന്നത് ട്യൂണിങ് ഓഫ് റേഡിയോ എന്നെഴുതിയ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറായി. ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. കാൽക്കുലേറ്റ് ദ കറണ്ട് ത്രൂ ദ സർക്യൂട്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ദ അപ്ലൈഡ് സോഴ്സ്. കറണ്ട് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറണ്ട് കണ്ടുപിടിക്കണം. കറണ്ട് I is equal to V/Z where Z is the impedance. Z കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ Z is equal to √R² plus XL minus XC the whole square. റെസണൻസ് കണ്ടീഷനിൽ XL ഈക്വൽ ടു XC ആയിരിക്കും.
XL equal to XC ആകുമ്പോൾ XL minus XC എന്നുള്ളത് 0 ആയിട്ട് പോകും. Therefore Z is equal to root of R square which is equal to R. Therefore current I is equal to V by Z which is equal to V by R, that is 110 divided by 48. ഏകദേശം 2.2 സംതിങ് ആണ് കിട്ടുക. അത് എത്രയാണെന്ന് വെച്ചാൽ ആൻസർ കണ്ടുപിടിച്ച് എഴുതുക. ഇനി അതിന് ഫ്രീക്വൻസിയാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഫ്രീക്വൻസി എഫ് ഇസ് ഈക്വൽ ടു 1/2π റൂട്ട് എൽ സി എന്നാണ്. 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 3.14 ഇൻറ്റു റൂട്ട് ഓഫ് എൽ. നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എന്താണ് എൽ എന്ന്. 0.38 ഹെൻറി ആണ്. അപ്പോൾ 0.38 എന്ന് എഴുതുക. ഇൻറ്റു സി 27 ഇൻറ്റു 10⁻⁻6 റൂട്ടിൻ്റെ ഉള്ളിലാണ് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. ആൻസർ ഏകദേശം 49 അല്ലെങ്കിൽ 50യുടെ റേഞ്ചിലാണ് കിട്ടുക. ഹെഡ്സ്, യൂണിറ്റ് ഹെഡ്സ് ആണ്. ചെയ്ത് നോക്കുക. 25ാമത്തെ ചോദ്യത്തിലെ സി പാർട്ട് ശ്രദ്ധിക്കുക. ഹൗ ഡസ് ദ കറണ്ട് ചേഞ്ച് ഇഫ് ദ പ്ലേറ്റ്സ് ഓഫ് ദ കപ്പാസിറ്റർ ആർ ബ്രോട്ട് ക്ലോസർ? ഈ LCR സർക്യൂട്ടിലുള്ള കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റുകൾ തമ്മിൽ വളരെ അടുത്ത് കൊണ്ടുവന്നാൽ അവിടെയുള്ള കറണ്ടിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കറണ്ടിൻ്റെ ഇക്വേഷൻ കറണ്ട് I is equal to V by Z ആണ്. സെഡിൻ്റെ ഇക്വേഷൻ റൂട്ട് ഓഫ് R സ്ക്വയർ പ്ലസ് XL മൈനസ് XC ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഒരു കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റുകൾ വളരെ അടുത്ത് കൊണ്ടുവരികയാണെങ്കിൽ കപ്പാസിറ്റി C ഈക്വൽ ടു A∈0/D ആണല്ലോ. അപ്പോൾ D വളരെ ചെറുതാവുമ്പോൾ കപ്പാസിറ്റി ഇൻക്രീസസ്. പ്ലേറ്റുകൾ അടുത്ത് കൊണ്ടുവരുമ്പോൾ കപ്പാസിറ്റൻസ് കൂടും. കപ്പാസിറ്റൻസ് കൂടിയ Z എന്നുള്ള ടേം XL മൈനസ് XC എന്നുള്ള ടേമിൽ ആ ടേം കൂടും. Therefore Z ഇൻക്രീസസ്. Z കൂടിക്കഴിഞ്ഞാൽ, അതായത് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ കറണ്ട് ഡിക്രീസസ്. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് when the plates of the capacitor are brought closer, capacity increases, therefore impedance Z increases, which decreases the current I. Thus current in the circuit decreases. ഇതാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. 5 മാർക്കിൻ്റെ അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം ശ്രദ്ധിക്കാം. A question with a neat array diagram, the relation N2/V minus N1/U equal to N2 minus N1/R for the refraction at a spherical surface. ഡിറൈവ് ചെയ്യാനാണ്. റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസിൽ ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റേ ഓപ്റ്റിക്സിലെ പാഠഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് റേ ഡയഗ്രാം വരച്ച് വൃത്തിയായി എഴുതി പഠിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് ശ്രദ്ധിക്കാം. റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്, ഇവിടെ കോൺവെക്സ് സർഫസ് ആണ്. ശ്രദ്ധിക്കുക. N1 N2 എന്ന് പറഞ്ഞാൽ 2 മീഡിയങ്ങളെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു കോൺവെക്സ് സർഫസ് ഉണ്ട്. അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ R ആണ്. M ആണ് അതിൻ്റെ പോള്. O എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് N1 എന്ന് പറഞ്ഞ മീഡിയത്തിലിരിക്കുന്നു. അതിൻ്റെ ഇമേജ് I എന്ന ഇമേജ് N2 എന്ന് പറഞ്ഞ 2ാമത്തെ മീഡിയത്തിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഫിഗർ ഭംഗിയായിട്ട് വരയ്ക്കുക. ആൽഫ, ബീറ്റ, തീറ്റ എന്നീ 3 ആംഗിളുകൾ മാർക്ക് ചെയ്യുക. തീറ്റ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫിഗറിലേക്ക് ശ്രദ്ധിക്കാം. From figure, angle NOM equal to alpha, angle NCM equal to beta, and angle NIM equal to theta. Let alpha, beta, theta are very small, then tan alpha equal to alpha, tan beta equal to beta, and tan theta equal to theta. Therefore, alpha is equal to Mn by OM, beta equal to Mn by MC, and theta equal to Mn by Mi. From figure, external angle I is equal to alpha plus beta. Substituting the values of alpha and beta, Mn by OM plus Mn by MC. From figure, angle R is equal to beta minus theta, which is equal to Mn by MC minus Mn by Mi. അപ്പോൾ നമുക്ക് ഐയും ആറും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യാം. sin I by sin R is equal to N2 by N1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണു. N1 sin I equal to N2 sin R. When I and R are very small, sin I equal to I and sin R equal to R. Therefore, N1I equal to N2R. Substituting the values of I and R. I ൻ്റെയും R ൻ്റെയൊക്കെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ N1 ഇൻറ്റു Mn by OM പ്ലസ് Mn by MC
ഈക്വൽ ടു N2 ഇൻറ്റു mn/mc മൈനസ് mn/mn. അപ്പോൾ എല്ലാത്തിലും mn ഉണ്ട്, നമുക്കത് ക്യാൻസൽ ചെയ്യാം. ബാക്കി കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. n1/om പ്ലസ് n1/mc ഈക്വൽ ടു n2/mc മൈനസ് n2/mi. നമുക്ക് mc ഉള്ള ടേമിനെ എല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവരാം, ബാക്കിയുള്ള ടേംസിനെ ലെഫ്റ്റിലേക്ക് എടുക്കാം. therefore n1/om പ്ലസ് n2/mi ഈക്വൽ ടു n2 മൈനസ് n1/mc. ഇനി OM എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണ്, മൈനസ് u. MI എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, പ്ലസ് v. MC എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, പ്ലസ് r. ഈ വാല്യൂസൊക്കെ ആ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് n2/v മൈനസ് n1/u ഈക്വൽ ടു n2 മൈനസ് n1/r എന്ന ഇക്വേഷൻ കിട്ടും. ഇതാണ് ഇക്വേഷൻ ഫോർ റിഫ്രാക്ഷൻ അറ്റ് എ സ്പെറിക്കൽ സർഫസ്. 26ാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ലൈറ്റ് ഫ്രം എ പോയിന്റ് സോഴ്സ് ഇൻ എയർ ഫോൾസ് ഓൺ എ സ്പെറിക്കൽ ഗ്ലാസ് സർഫസ് with a refractive index 1.5 and radius of curvature 20 cm. The image is formed at a distance of 100 cm from the glass surface in the direction of incident light. What is the distance of light source from the glass surface? ചോദിച്ചിരിക്കുന്നത് സ്പെറിക്കൽ റിഫ്രാക്ഷൻ ആണ്. ഒരു ഗ്ലാസ് സർഫസ് ഉണ്ടായിരുന്നു, അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 1.5 ആണ്, റേഡിയസ് തന്നിട്ടുണ്ട് 20 cm ആണ്, ഇമേജ് ഫോം ചെയ്യുന്ന ഡിസ്റ്റൻസ് v തന്നിട്ടുണ്ട് 100 cm ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നമുക്ക് ആദ്യം റിഫ്രാക്ഷൻ അറ്റ് സ്പെറിക്കൽ സർഫസിൻ്റെ ഇക്വേഷൻ എഴുതാം. n2/v മൈനസ് n1/u ഈക്വൽ ടു n2 മൈനസ് n1/r. ഇവിടെ n2 ആണ് 1.5, n1 എന്നുള്ളത് എയറിലാണ് വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റ്, അതുകൊണ്ട് n1 1 എന്നെടുക്കാം. v തന്നിട്ടുണ്ട് 100 cm, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻറ്റ് ലൈറ്റ് ആയതുകൊണ്ട് പ്ലസ് 100 cm എന്നെടുക്കാം. r തന്നിട്ടുണ്ട്, റേഡിയസ് ഓഫ് കർവേച്ചർ തന്നിട്ടുണ്ട് 20 cm ആണ് തന്നിട്ടുള്ളത്. ഈ വാല്യൂസൊക്കെ നമുക്ക് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n2/v മൈനസ് n1/u ഈക്വൽ ടു n2 മൈനസ് n1/r. n2 1.5/v 100 മൈനസ് n1 1/u ഈക്വൽ ടു n2ൻ്റെ വാല്യൂ 1.5 ആണ്, 1.5 മൈനസ് n1ൻ്റെ വാല്യൂ 1 ആണ്, 1.5 മൈനസ് 1 ഓൾ ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ 20. 1.5 ഡിവൈഡ് ബൈ 100 മൈനസ് 1/u ഈക്വൽ ടു 0.5/20. അതിൽ നിന്ന് 1/u കണ്ടുപിടിക്കുക, ഏകദേശം 100 cm ആണ് കിട്ടുക. ചെയ്ത് നോക്കുക. 5 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്.